നമസ്കാരം. ഭാര്യാപിതാവിനെ കാണാൻ കൊച്ചിയിലേക്ക് നടത്തിയ ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പ്രതിപക്ഷ വിമർശനം. അടിയന്തര സാഹചര്യങ്ങളിലോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കോ മാത്രം ഉപയോഗിക്കേണ്ട സർക്കാർ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി വ്യക്തിപരമായ ആവശ്യത്തിന് ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ചാണ് LDF നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യാപിതാവിനെ സന്ദർശിക്കാനാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടത്. എന്നാൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഹെലികോപ്റ്റർ തിരികെ ഇറക്കേണ്ടി വരികയും പിന്നീട് യാത്ര തുടരുകയുമായിരുന്നു. തിരുവനന്തപുരം കവടിയാർ ഗോൾഫ് ക്ലബ്ബിൽ നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയെ തുടർന്ന് കൊച്ചിയിൽ ഇറക്കാനാകാതെ ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയിരുന്നു. പിന്നീട് കാലാവസ്ഥ അനുകൂലമായതോടെ രാവിലെ 11:30 കൊച്ചിയിലേക്ക് തിരിച്ചു. ആശുപത്രിയിൽ 20 മിനിറ്റോളം ചെലവഴിച്ച ശേഷം അദ്ദേഹം ദേശത്തെ വസതിയിലേക്ക് മടങ്ങി. സംഭവത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനവുമായി LDF നേതാക്കൾ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി 2 തവണ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുവെന്ന് മുൻമന്ത്രി MP രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. MP രാജേഷിന്റെ പോസ്റ്റ് ഇങ്ങനെ: അതാ ആകാശത്തൊരു സർക്കാർ ഹെലികോപ്റ്റർ. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അത് പറന്നു. 1 തവണയല്ല 2 തവണ. പ്രളയ ദുരിതാശ്വാസത്തിനല്ല, ഔദ്യോഗിക ആവശ്യത്തിനുമല്ല, തികച്ചും പേഴ്സണൽ. ദൂർത്ത് എന്ന് നെഞ്ചത്തടി എവിടെയെങ്കിലും കേട്ടോ? പ്രൈം ടൈമിൽ മടിത്തട്ടിലെ അവതാരങ്ങൾ ഇന്ന് അലറുമോ? അവർ ഇന്ന് മിക്കവാറും സൈലന്റ് മോഡിലായിരിക്കും. കാരണം കോൺഗ്രസ്സുകാരന് അടുപ്പിലുമാകാം എന്നാണത്രേ ശാസ്ത്രം. അവതാരങ്ങൾ വേണമെങ്കിൽ അടുപ്പിലെ സുഗന്ധം വർണ്ണിച്ച് വശം കെടുമായിരിക്കും. ഒപ്പം അവരുടെ സ്ഥിരം നിരീക്ഷക വിദൂഷക സദസ്സും. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആവണമായിരുന്നു. ടോപ്പ് ഗിയറിലായ ധാർമ്മിക രോഷം. മാറ്റത്തിന് ആർപ്പ് വിളിക്കും കൂട്ടരെ. പുതുയുഗ കേരളത്തെ കണ്ട് കോൾമേർ കൊള്ളിൻ മാധ്യമങ്ങളെ എന്നുമാണ് MP രാജേഷിന്റെ പോസ്റ്റ്. സർക്കാരിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിനെക്കുറിച്ചും മുൻപ് ഉന്നയിച്ച നിലപാടുകളിൽ ഇരട്ടത്താപ്പാണിതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ ദൂർത്തെന്ന് വിളിച്ചെതിർത്ത വി ഡി സതീശൻ ഭരണത്തിലെത്തിയപ്പോൾ നിലപാട് മാറ്റിയതിനെയും യാത്ര തടസ്സപ്പെട്ട് തിരികെ ഇറങ്ങേണ്ടി വന്നതിനെ പരിഹസിച്ച് വി ശിവൻകുട്ടിയും രംഗത്തെത്തി. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യൂട്ടേൺ അടിച്ചു എന്നായിരുന്നു ശിവൻകുട്ടിയുടെ പരിഹാസം. അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ആരോഗ്യമന്ത്രി K മുരളീധരൻ പ്രതികരിച്ചത്. കാലം മാറുമ്പോൾ കാറിന് പകരം ഹെലികോപ്റ്റർ എടുക്കുമെന്നും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ ആരും വിമർശിച്ചിട്ടില്ലെന്നും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഇതിനായി പണം ചെലവായിട്ടുണ്ടോ എന്നും മന്ത്രി ചോദിച്ചു. വിവാദങ്ങൾക്കൊപ്പം PM ശ്രീ പദ്ധതിയെക്കുറിച്ച് മന്ത്രി മുരളീധരൻ പ്രതികരിച്ചു. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെങ്കിൽ പിന്മാറുമെന്നും അല്ലാത്തപക്ഷം കർശന നിബന്ധനകളോടെ നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുമ്പ് പ്രതിപക്ഷത്തിരിക്കെ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെതിരെ വലിയ തോതിൽ ശബ്ദമുയർത്തിയ വി ഡി സതീശൻ തന്നെ ഇപ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെതിരെ ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് സംസ്ഥാനത്ത് ഉയരുന്നത്. പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം, മാവോയിസ്റ്റ് വേട്ട, അടിയന്തര VIP യാത്രകൾ എന്നിവയ്ക്കായി LDF സർക്കാരിന്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. മാസം 20 മുതൽ 25 മണിക്കൂർ വരെ പറക്കുന്നതിനാണ് 80 ലക്ഷം രൂപ ഹെലികോപ്റ്ററിന് വാടക നിശ്ചയിച്ചിരുന്നത്. പിണറായി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ UDF അന്ന് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഖജനാവിലെ കോടികൾ വിഴുങ്ങുന്ന ഇത്തരം ആഡംബര കരാറുകൾ സംസ്ഥാനത്തിന് ബാധ്യതയാണെന്നായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ മാവോവാദി നിരീക്ഷണം, ആരോഗ്യ രക്ഷാപ്രവർത്തനം, അടിയന്തര ഘട്ടങ്ങളിൽ വിശിഷ്ട വ്യക്തികളുടെ യാത്ര എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിപ്സൺ ഏവിയേഷനിൽ നിന്നും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. ഈ കരാറിന്റെ ഏറ്റവും വലിയ ശാപം ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നിശ്ചിത പണം നൽകണമെന്നതാണ്. മുൻപ് മാവോവാദി നിരീക്ഷണത്തിന് മറ്റുമായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന ഫണ്ടിൽ നിന്നാണ് ഹെലികോപ്റ്ററിന് വാടക നൽകിയിരുന്നത്. എന്നാൽ നിലവിൽ കേന്ദ്ര ഫണ്ട് 75% കുറച്ചിട്ടുണ്ട്. അതിനാൽ വാടകപ്പണം പൂർണ്ണമായി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തേണ്ടി വരും. അവയവദാനവുമായി ബന്ധപ്പെട്ട് 7 പ്രാവശ്യം ഈ ഹെലികോപ്റ്റർ സംസ്ഥാനത്ത് ഉപയോഗിച്ചിരുന്നത് മാത്രമാണ് പൊതുജനത്തിന് പ്രയോജനകരമായ ഏക കാര്യം.